കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരിച്ചുപിടിക്കാൻ LDFും കഴിഞ്ഞ തവണത്തെ മേൽക്കൈ നിലനിർത്താൻ UDFും കടുത്ത പരിശ്രമത്തിലാണ് എറണാകുളം ജില്ലയിൽ. ഇതിനിടെ ചില മേഖലകളിലെങ്കിലും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും BJP ശ്രമിക്കുമ്പോൾ പതിവില്ലാത്ത ആവേശത്തിലാണ് എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗം. എറണാകുളം ജില്ലയിൽ 7497 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മത്സരരംഗത്തുള്ളത്. 23,79,087 വോട്ടർമാർ വിധിയെഴുതുന്ന തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാൻ മുന്നണികൾ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനേക്കാൾ 63,677 വോട്ടാണ് ജില്ലയിൽ കൂടുതലുള്ളത്. ജില്ലാ പഞ്ചായത്തിലെ 27 ഡിവിഷനടക്കം ത്രിതല പഞ്ചായത്തിൽ 1549 വാർഡുകളാണുള്ളത്. കൊച്ചി നഗരസഭയിലെ 74 ഡിവിഷനുകളും 82 ഗ്രാമപഞ്ചായത്തുകളിലെ 1338 വാർഡുകളും 14 ബ്ലോക്ക് പഞ്ചായത്തിലെ 185 വാർഡുകളും അടക്കം ജില്ലയിൽ 2052 വാർഡുകളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFിനായിരുന്നു ജില്ലയിൽ മേൽക്കൈ. ജില്ലാ പഞ്ചായത്തും കൊച്ചി കോർപ്പറേഷനും UDF നേടി. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഭൂരിപക്ഷവും പിടിച്ചെടുക്കാൻ UDFിന് കഴിഞ്ഞിരുന്നു. ഇവ നിലനിർത്തുവാനുള്ള കടുത്ത പരിശ്രമത്തിലാണ് UDF. എന്നാൽ സംസ്ഥാനത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഭരണവിരുദ്ധ വികാരം തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. ജില്ലയിലെ ചില മേഖലകളിലെങ്കിലും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആകുമെന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. വിമതശല്യമാണ് ജില്ലയിൽ മുന്നണികൾ നേരിടുന്ന പ്രധാന ഭീഷണി. ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ മത്സരരംഗത്തുള്ള ജനകീയ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് തലവേദനയാകുന്നുണ്ട്. LDFിന്റെയും UDFിന്റെയും BJPയുടെയും ദേശീയ നേതാക്കൾ വരെ എറണാകുളം ജില്ലയിൽ പ്രചാരണത്തിനായി എത്തിയിരുന്നു. കൊട്ടിക്കലാശം നടക്കുന്ന നാളെ ആവേശം ഇരട്ടിയാക്കുവാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. റിപ്പോർട്ടർ, കൊച്ചി.